ചവിട്ടിക്കോ. ബാക്കി മേടിച്ചോ? വണ്ടി പോയി. നീ മേടിച്ചില്ലേ? ബാക്കി വാങ്ങിച്ചില്ലേ? 5 രൂപയിലെ പോട്ട്. എന്തായടാ പാസ്സായാ? പിന്നെ ഇന്നലെ തന്നെ ജോലി കയറാൻ പറഞ്ഞു. പിന്നെ നിന്നെയും കൂടി കണ്ട് യാത്ര വന്നിട്ട് പോവാന്ന് വെച്ച് ലീവ് എടുത്ത് ഇങ്ങ് പോന്നാടാ. അപ്പൊ അതും ഗോപി. ഇന്നലെ രാത്രി കട്ടിയതാ. കളി നടത്തുന്നതും കളിക്കാരെ ഇറക്കണതും കപ്പടിക്കുന്നതും ഒക്കെ ഇവൻ തന്നെ. ചേറ്റ പോലീസുകാര് വന്നിരിക്കുന്നു. കക്കൂസ് പോ മുട്ടണ്ടെങ്കിൽ വരെ പീച്ച മുട്ടിച്ചനെ. ജിമിച്ച ഇന്നലെ പോയിട്ട് ലിസ്റ്റിൽ കയറാൻ പറ്റിയില്ല അല്ലേ? പോലീസായിട്ട് പോയാ ഞാൻ നിങ്ങള് മിസ്സാവത്തില്ലയോ? ഒരു ദിവസം കാണാതിരുന്നിട്ട് തന്നെ എന്തോ പോലെയായിരുന്നു. പാറയപ്പള്ളി കാത്ത് പോട്ടടാ. ആക്ഷൻ ഹീറോ ജിമ്മി. ഇന്നലത്തെ കാര്യേ ഇവനെങ്ങനെ അറിഞ്ഞു? അവന്റെ 2 കോപ്പന്മാര് പോലീസ്. ഞാൻ വിടാം, പിന്നെ കാണാം. ഇന്ന് തന്നെ ഞങ്ങളുടെ ഫ്ലെക്സും കിട്ടണം. കുഞ്ഞമ്മ ഒരു കാര്യം ചെയ്യും, നെറ്റിന്റെ അടിക്ക് റെഡി. നീ ആദ്യം മര്യാദയ്ക്ക് ലിഫ്റ്റ് ഇടാൻ പഠിക്കടാ. എനിക്ക് ചാടി സ്മാഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചാടാൻ പറ്റിയ ആള് അടുത്തടി കണ്ടോ സുമാരെ സ്മാഷ് മാറിക്കൂടെ തല പോട്ടെ പോട്ടെ. കമോൺ. പെട്ടെന്നാവട്ടെ. സുമാരാ ഓ ഇട്ടേച്ച് പോ. തച്ചും പുറത്തുള്ള കളി വേണ്ട. അവനും പോയ ഒരു കാര്യം ചെയ്യും, നമുക്ക് തമ്മിൽ കളിക്കാം. ഞാനൊന്നുമില്ല, നീ തന്നെ കളിച്ചാൽ മതി. ഇവന് എന്നാത്തിന്റെ സൂക്കടാ. കൂലിയും കൊടുത്ത് പറമ്പിൽ കളിക്കാൻ നിർത്തിയവരെ പിടിച്ച് ബോൾ കളിപ്പിക്കുന്നു. ഇവരുടെ തോന്നിയ സമ്മതിച്ച് കാണുന്നില്ലേ? ഉണ്ട്. കൊല്ലം ടൂർണമെന്റ് നടത്തി പന്തയവും വെച്ച് കാശ് പൊടിച്ചു കളയുന്ന നിന്റെ കളിയും അമ്മച്ചി കാണുന്നുണ്ട്. അല്ല അത് പിന്നെ വല്യപ്പച്ചന്റെ പേരിൽ കാലാകാലങ്ങളായി നമ്മൾ നടത്തി വരുന്നതല്ലേ. അതന്ന് നടത്തുമ്പോ ഒരു അന്തസ്സുണ്ടായിരുന്നു. വട്ടത്തിൽ ബ്രദേഴ്സ് എന്ന പേരിൽ നിന്റെ അപ്പനടക്കം കോർട്ടിൽ ഇറങ്ങി നിന്ന കിടുങ്ങുമായിരുന്നു വമ്പൻ ടീമുവരെ. അപ്പൻ ആനപ്പുറത്തിരുന്നതിന്റെ തഴമ്പ് നിങ്ങൾ 3 കിഴങ്ങന്മാരുടെ ചന്തിയില് എവിടെ നിന്നുണ്ടാവാനാ? നീ ഞാൻ പറയുന്ന പോലെ കളിച്ച് ഇമ്പ്രൂവ് ആവും. ആദ്യം കുഞ്ഞമ്മ സ്മാഷ് ചെയ്യാൻ പഠിക്കും. എടാ ഞങ്ങൾ രണ്ടുപേരും നല്ല പ്രാക്ടീസാ. ഇത്തവണ ഞങ്ങളെ ഇറക്കണം ടൂർണമെന്റിനെ. കുഞ്ഞമ്മാനും ബെന്നിച്ചേട്ടനും ഒരു കാര്യം ചെയ്യും. ഇത്തവണ കോർട്ടിന്റെ 2 മൂലയിൽ ഇറങ്ങി നിന്നോ. നമ്മുടെ ടീമിന് കണ്ണ് തട്ടാതിരിക്കാനാ. അമ്മച്ചി കേട്ടല്ലോ, കുടുംബ പേരും വെച്ച് കളി നടത്തിട്ടെ ഇവൻ മാത്രം നാട്ടിലാളാവും. അതെ അതെ അതെ. മറ്റന്നാൾ ജാസ്മിൻ കൊച്ചു വരിക. കാലത്ത് ഇറങ്ങി സ്റ്റേഷനിൽ പോണം. മറ്റന്നാ 15 അല്ലേ? ചിട്ടിയുടെ ദിവസം. എടാ ബോസ്കോ, നീ ഇത്തവണ പോടാ. ഹേയ് എനിക്ക് ക്ലബ് മീറ്റിംഗ് ഉണ്ട്, ജനറൽ ബോഡിയാ. ആരും പോണ്ട, അവൾ ഇങ്ങ് എത്തിക്കോളും. അതിനുള്ള ബുദ്ധി എന്തോ ഭാഗ്യം അപ്പന്റെ കയ്യിൽ നിന്ന് അവക്ക് മാത്രം കിട്ടി. പഞ്ചായത്ത് മേളയിൽ 4ാം സ്ഥാനം. ആകെ 4 ടീമേ ഉണ്ടായിരുന്നുള്ളൂ. തെണ്ടികള് കളി അറിയാൻ. എന്താ ബാല ഇങ്ങനെ പിറുപിറുത്ത് നടക്കുന്നത്? യവന്മാര് നാടനെ നാറ്റിക്കുമല്ലോ ഈ ജിമ്മിയും ടീമും. ഇതിലും ഭേദാ ബോസ്കോ തണ്ടിയാ. അല്ല പരസ്യമായി കട്ടോണ്ട് വന്നതൊന്നല്ലല്ലോ പാപ്പോ. എന്നെ വെറുതെ കുടുംബാക്കല്ലേ. അയ്യോ കണ്ടിട്ട് ഗ്ലാൻസ് വരുന്നുണ്ട്. എന്നെ ചോദിച്ചാൽ മിണ്ടിയാക്കല്ലേ. എന്ത് പറയണം? ഞാൻ ചത്തുപോയെന്ന് പറഞ്ഞു. കണ്ണേട്ടാ, ആ പള്ളത്ത് ബാലിന് ഈ വഴി കണ്ടോ? ഇവിടെ ഇപ്പൊ വരാറേ ഇല്ല. ഉറപ്പാണല്ലോ? ഞാൻ നുണ പറയുന്ന ഗ്ലാഡീസ് കൊച്ചുണ്ട് തോന്നുന്നുണ്ടോ? കൊറേ നാളായി അവനെ കണ്ടിട്ട്. അല്ലടാ മത്തപ്പി, ഇനി അവൻ നാട് വിട്ട് കാണോ? അല്ല എന്താ കാര്യം? അവനെ കണ്ട എന്റെ മുന്നിൽ വന്ന് പെട്ടേക്കരുതെന്ന് പറഞ്ഞേക്ക്. ഓ എന്തിനാടാ ബാല നീ ഒളിച്ചത്? എന്നെ കണ്ട അവർക്കപ്പ തേങ്ങ ഇടണോന്നേ. തേങ്ങടല്ലേ നിന്റെ പണി?
തെങ്ങ കയറണം, തേങ്ങ പറിക്കണം, ഇറങ്ങണം, ഇതൊക്കെ വലിയ മെനക്കേടാണ്. എന്നാ പിന്നെ പറ്റൂലെന്ന് എനിക്ക് പറഞ്ഞൂടെ? അതെങ്ങനെ? അന്നേരം അവർക്ക് കാശ് കടം വേണം. നിന്റെ കയ്യിൽ നിന്ന് ഗ്ലാഡീസിന്റെ കടം കാശോ? ഞാൻ തേങ്ങയിടാന്ന് പറഞ്ഞല്ലേ 1000 കടം വാങ്ങിയത്. അത് ഒരു നാളല്ല അവർ തിരിച്ചു ചോദിക്കുന്നേ. അത് പറ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഞാൻ വിചാരിച്ചോ വരാ. എന്താ കൊണ്ടുപോയിക്കോട്ടെ? കണ്ണട്ടാ എന്നാ ശരി എടുത്ത്. വെറുതെ അല്ല നാട്ടുകാര് പുളുവടി കണ്ണെന്ന് വിളിക്കുന്നത്. അതിന് ഇവന് ഇപ്പൊ വന്നതാ. നിന്റെ കരണക്കുട്ടി അടിച്ചു പൊളിക്കും ഞാൻ. മര്യാദക്ക് കട്ടതാണെന്ന് സമ്മതിച്ചോളാം. മനസ്സിലായടാ കള്ള? കള്ളം നിന്റെ അപ്പൻ. ഇതേ പോക്കാണെങ്കിൽ കാലി പിടിച്ച് ഞാൻ പറയാം. മോനെ ബെന്നി, സത്യമായിട്ട് നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. അപ്പനോട് ചോദിച്ചാ പട്ടി ഇവനാണെന്നേ ഗ്ലാഡി ചേച്ചി അടക്കാക്കണത്. മനസ്സിലായില്ല. ഗ്ലാഡി ചേച്ചിയുടെ പറമ്പിൽ നിന്ന് സ്ഥിരമായി അടക്കമോഷണം പോകുന്നു. ആരാന്നറിയാമോ? ഈ ഞണ്ടുവെന്നിയാ കള്ളൻ. ഇവനോ? ഇവനെങ്ങനെയാണ് അടക്കാക്കുന്നത്? സത്യമായിട്ട് ജിമ്മിച്ച എന്റെ കണ്ണുകൊണ്ട് കണ്ടതാന്ന്. എടാ നാണോ ഇല്ലടാ ഈ പാവത്തിന്റെ മുഖത്ത് നോക്കി നിനക്ക് ഇത് പറയാൻ? ഓ എടാ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നീ ഒന്നും പറയണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നത്? ഗ്ലാഡി ചേച്ചി വെറുതെ എന്നെ സംശയിക്കും. അത് പറ. നീ അടക്കട്ടിട്ട് വയ്യാത്ത ഇവന്റെ തലയെ കെട്ടിവെക്കാൻ പ്ലാനല്ലേ? ഷോ എന്റെ പൊന്നെ, അതല്ലടാ. എടാ ബെന്നി, ഇതിന്റെ പേരിൽ ഇവൻ ഇനി നിന്നെ ഉപദ്രവിച്ച് നീ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഇവനെ ചവിട്ടി കൂട്ടുപോ. നീ കേട്ടല്ലോ? കള്ളല്ലേ? ഓക്കെ ബുള്ളറ്റ് കൊച്ചമ്മ. ഗുഡ് മോർണിംഗ് ചേച്ചി. ഓ ബിസിനസ് ഒക്കെ മൊത്തം തള്ള ചേച്ചി. ഓ പിന്നെ ബിസിനസ് ചെയ്യാനല്ലല്ലോ നിങ്ങൾക്ക് താല്പര്യം, പന്ത് കളിച്ചെടുക്കാനല്ലേ? ചേച്ചി രാവിലെ ഉടക്ക് വർത്താനം തുടങ്ങി. ജിമ്മിയെ, പഞ്ചായത്ത് മേള ഫ്രണ്ട്ലി മാച്ച് എന്നൊക്കെ പറഞ്ഞ് മുടക്കം വരുത്തിയ കച്ചവടം നടക്കൂല. ഇനി ലീവ് എടുക്കുന്ന ഓരോ ദിവസവും എനിക്ക് വണ്ടി വാടക കിട്ടണം. അടുത്ത മാച്ച് എന്നാടാ? വഴി കിടന്ന് കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട് ഒരു ലോട്ടറി എടുക്കാൻ. ആ ലോട്ടറി എങ്ങാനും അടിച്ചാ ചേച്ചിയുടെ ഗോഡൗൺ മൊത്തത്തിൽ ഞാൻ അങ്ങ് വിലക്കെടുക്കും. ചേച്ചി ഇപ്പോ വഴി ചെലവിന് കുറച്ച് കാശ് അഡ്വാൻസ്. ഉണ്ടപ്ലാവിലെ മാച്ചിന് വെച്ച് ഒരു 3000 പോയല്ലേ? ഞങ്ങൾ അറിഞ്ഞ്. വൈകിട്ട് ഞാൻ പിടിക്കേ, കരഞ്ഞേക്കരുത്. പോലീസ് സ്റ്റേഷന് പോയിട്ട് എന്നാ ഇടാ പണി കിട്ടി. എന്നിട്ട് ഞാൻ അപ്പം തന്നെ രാജിവെച്ചു. എനിക്ക് ചേച്ചിനെ ഒന്ന് വിട്ട് പിരിയാൻ തോന്നുള്ളത്. എടാ കഴിഞ്ഞില്ലേ? ഈശ്വര എന്നെ മാത്രം രക്ഷിച്ചേക്കണേ. ഈ കല്ല് വന്നിട്ടില്ല. ആ കുക്കിനോടൊന്ന് പറയണം കേട്ടോ. ഈ മട്ട മുഴുവൻ എല്ലാണല്ലോടെ. ആറാ എന്റെ മൊലാളി. അത് ബോസ്കോടെ വണ്ടിയല്ലേ? നമുക്കേ ഒന്ന് ഒതുക്കിട്ട് പോകും. ശുക്രേ, നല്ല അവസര. ആ ബോസ്കോയും വാലുകളും ഹോട്ടലിനകത്തുണ്ട്. ഇടിച്ചാലാ ചുക്കൂറെ ഷെമി ഒരു പണി കൊടുക്കാതെ എങ്ങനെയാണ്? വാ, എന്തെങ്കിലും വഴിയുണ്ടോ നോക്കും. ചേട്ടാ കഴിക്കാൻ എന്താ? കഴിക്കാൻ ബിരിയാണി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്. ബീഫില്ല, ചിക്കൻ ഉണ്ട്. പ്രശ്നമായി പോയില്ലേ? അല്ലെങ്കിൽ ബീഫ് വേണ്ട, ചൊറി. വേറെ എന്താണ് ചേട്ടാ ഉണ്ടാവുക? വെജിറ്റേറിയൻ ആയിട്ട് അല്ലേ? വേണ്ട, ചെമ്മീൻ റോസ്റ്റ്. ഒരു 3 വണ്ടി കത്താനേ പഴയൻ്റെ എല്ലേറി നിറഞ്ഞല്ലേ? പോയി. ശരി, ബില്ല് കൊടുത്തിട്ട് പോടൂ. 500 രൂപ അവിടെ വെച്ചിട്ടുണ്ട്, ബാക്കി നാടുത്തോ. ടിപ്സ് എവിടെ? കള്ളത്തരം കാണിക്കരുത്. ഇതിൽ കണ്ണി ഷാജി, ഇതിനകത്ത് 500 രൂപ എവിടെയാടാ? ഞാൻ അവിടെ വെച്ചതാണ്. ആഹാ, മട്ടനാന്ന് പറഞ്ഞു കൊടുത്തു. എല്ലാം തന്നിട്ട് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുന്നതാ. തടിയൻ തല്ലു സോൾവ് ചെയ്യുന്നതാ ബുദ്ധി. ഇവന്മാര് വലിയ പിടിപാടുള്ളവരാണെങ്കിലോ തല്ലിയ കെണിയോ? മാന്യമാരെ അധിക്ഷേപിക്കുന്നോടാ. നിന്റെ കട ഞങ്ങൾ പൂട്ടിക്കും. മര്യാദക്കാണെങ്കിൽ മര്യാദ, ഇല്ലെങ്കിൽ മരണ ചേട്ടകളെ ഞങ്ങള്. അല്ലേ?
ഊളകള തല്ലിയേക്ക. പണിയേറ്റു, അടി തുടങ്ങി. ചേട്ടാ അടി നടക്കുന്ന കടമുണ്ട്. താങ്ക് യു ചേട്ടാ. ബാക്കി വെച്ചോ. നിനക്കത്ര കിട്ടി? ആ മെലിഞ്ഞവൻ വൃത്തി കിട്ടവനട്ടോ. തടിയന്മാര് പാവാടാ. എനിക്കും തോന്നി. അപ്പൊ പോവാം. പിന്നെന്താ? എന്നാ ചൂടല്ലേ? ചട്ടകത്തിലല്ലേ? ശരിയാ. ബോസ്കോ, ബോസ്കോ, ഒരു 500 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോ ബോസ്കോ? 500 രൂപയ്ക്ക്. എന്താ അടുക്കള നേരെ വാരത്തിന്റെ വെച്ച് പോരെയുള്ള മൂത്തറച്ച് കരിയാന്നല്ലോ. ആളുണ്ടോടാ? കുറവാടാ. ആ പിടിച്ചോ. ശിഷ്യ ചൊറിമുതി വെറുതെ ഇരിക്കല്ലേ? വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാടാ. കരളെ ഐ ലവ് യു ബേസിക്. അപ്പൊ ഇന്നലെ ആർക്കാ അയച്ചത്? ഇന്നലെ ഏതായിരുന്നു ആഴ്ച? ബുധനാഴ്ച. ബുധൻ ബീന, വ്യാഴം ഡേസി. കുഞ്ഞിത് പഠിക്കാൻ ട്യൂഷൻ വല്ല ഉണ്ടോടാ? ഇല്ല. എനിക്ക് പറ്റൂല. പോയിട്ടോടാ. കാർപക്ഷി പൊരിക്കണം നിന്നൊക്കെ പിന്നെ ഗ്യാങ് എടുത്ത് നിനക്കാ. ഓ ഒരു വലിയ ഗ്യാങ്. നീ അയച്ചിട്ട് അധ്വാനിക്കടാ, അധ്വാനിച്ച് ജീവിക്കും. വാട്സാപ്പ് പോന്നു. എന്തെങ്കിലും പണിയെടുക്കടാ. നീ അതേ മാങ്ങ പറക്കി വെക്കടാ. അബീനയുടെ അപ്പനെ ഇവനെ പന്നിക്കാൻ വഴിയുണ്ട് കേട്ടോ. ആരുണ്യ വേണോ? ഇന്ന് ഉച്ചക്ക് 2:30 എടുക്കുന്നതാണ്. ഇതടിക്കോ മുമ്പായിക്ക? ആടിക്കും. ധൈര്യമായിട്ട് എടുത്തോ നീ. എന്നാ മുമ്പായിക്ക് തന്നെ വെച്ചോ. അടിച്ച് രക്ഷപ്പെടും. നീയൊന്നും ഒരു കാലത്തും രക്ഷപ്പെടില്ലടാ. രാകുന്നവരെ ഇത് വിറ്റോണ്ട് നടണം. അങ്ങനെ ചുമ്മാ ഇരടാ. മുമ്പായിക്ക, എനിക്കൊരു ടിക്കറ്റ് തരൂ. ഇത് വേണ്ട, അടിക്കാത്ത മതി. അങ്ങനെ ഞാൻ തരില്ല. നീ എന്നെ എടുത്തോ മോനെ. ഈ ഇമ്പായിക്കാന്റെ ചെറുപ്പത്തില് എന്തെല്ലാം പറ്റി നോക്കിയെന്നറിയോ പണക്കാരനാവാൻ? ഒന്നും ഏറ്റില്ല. പിന്നെയാ മനസ്സിലായത് അതിന് കുറുക്ക് വഴിയില്ല എന്ന്. ഒരൊറ്റ വഴിയുള്ളൂന്ന്. നേരെ ബാങ്ക് കൊള്ളടിക്കുക. അതിനുള്ള വാങ്ങ് എനിക്കില്ലാണ്ട് പോയി, നിങ്ങൾക്കും ഇല്ല. ഓ ഒരർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജന്മം പാഴ. കയ്യും വീശി പോയ യൂസഫലിയൊക്കെ ചുളുവിൽ കാശായിരുന്നു. ചുളുവിലൊന്നും അല്ല, പണിയെടുത്തിട്ട് തന്നെയാണ് അല്ലേക്ക. അതിപ്പോ പണിയെടുക്കാൻ നമ്മൾ റെഡിയല്ലേ? അതിനൊക്കെ ഒരു വര വേണം തലയില്. അത് വേണം. നിങ്ങളുടെ മീൻ വിറ്റിടുന്ന ഉക്കർ കോടീശ്വരനായില്ലേ? അതെങ്ങനെയൊക്കെ? അതൊരു വഴിയാ. നിങ്ങളെ പ്രായത്തിൽ പറ്റാൻ പറ്റിയ വഴി. ഔക്കറ് നാട്ടിലെ ഏറ്റവും വലിയ കാശുകാരൻ മമ്മാജിയുടെ മോളെ വളച്ചെടുത്തു. ലോട്ടറി പോലും എടുക്കാത്ത നിനക്കൊക്കെ കോടീശ്വരനാണെങ്കിൽ തന്ത്രത്തിൽ ഉള്ളോന്റെ വീട്ടിലെ പെണ്ണിനെ വളക്കണം. അങ്ങനെ ഇനി